Good morning, children. Today I am here with a new unit. Unit 7. Its name On Colorful Wings. ആ ടൈറ്റിൽ കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ പിക്ചർ കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ് ഓൺ കളർഫുൾ വിങ്സ്? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആ പിക്ചർ നോക്കിയേ, മനസ്സിലായല്ലേ? ബട്ടർഫ്ലൈസ്. Wow, butterflies! Appu ran to the garden, a pretty butterfly sucking honey from a flower. Seeing Appu tiptoeing behind it, his father said, "Dear Appu, don't catch it. Its wings will be hurt." അപ്പോൾ ഒരു ഗാർഡനിൽ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പാറി നടക്കുകയാണ് ആണല്ലോ, എ പ്രിറ്റി ബട്ടർഫ്ലൈ. അതെന്ത് ചെയ്യാണ്? സക്കിങ് ഹണി ഫ്രം എ ഫ്ലവർ. ഒരു ഫ്ലവറിൽ നിന്ന് ഹണി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, സക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊരു കൊമ്പുണ്ടല്ലേ, ആ കൊമ്പിൽ എന്ത് ചെയ്യും? ആ കൊമ്പ് ഈ പൂവിന് ഉള്ളിലേക്കിട്ട് അതിൽ ഹണിക്ക് അത് കുടിക്കും. അതാണ് അതിൻ്റെ ഫുഡ് ആണല്ലോ. ആ ഫുഡ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അപ്പു എന്ത് ചെയ്യണത്? അപ്പു അതിനെ മെല്ലെ പതുങ്ങി വന്ന് അതിനെ ബാക്കിൽ നിന്ന് പിടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോൾ അപ്പുവിൻ്റെ ഫാദർ എന്താ പറഞ്ഞേ? ഡോണ്ട് ക്യാച്ച് ഇറ്റ്. ഇറ്റ്സ് വിങ്സ് വിൽ ബി ഹേർട്ട്. അതിൻ്റെ ചിറക് എന്ത് ചെയ്യും? ഹേർട്ടാവും, വേദനിക്കും. അതെന്താവും? ഡാമേജ് ആവും. നമ്മൾ കണ്ടിട്ടില്ല, ഒരു ചെറിയൊരു ചിത്രശലഭത്തിന് നിങ്ങൾ പിടിച്ചു നോക്കൂ, നമ്മുടെ കയ്യിൽ മൊത്തം എന്ത് ചെയ്യും? അതിനൊരു പൊടി പറ്റി പിടിക്കൂലേ? അതുപോലെ തന്നെ ചെറുതായിട്ടൊന്നിങ്ങനെ ഡാമേജ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ അതിന് ഹേർട്ടാവും എന്ന് പറഞ്ഞു. പപ്പാ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ബട്ടർഫ്ലൈ? അപ്പോൾ അപ്പു പിടിക്കാൻ പോയ ബട്ടർഫ്ലൈയുടെ പേരെന്താണ് എന്നാണ് അപ്പനോട് ആര് ചോദിക്കുന്നത്? നമ്മുടെ അപ്പു ചോദിക്കുന്നത്. ദിസ് പ്രെറ്റി ബട്ടർഫ്ലൈ ഈസ് വിലാസിനി. അതിൻ്റെ പേരെന്താണ്? വിലാസിനി. എല്ലാവർക്കും ഡൗട്ടായോ? എന്താണ് വെറുതെ പറഞ്ഞതാന്ന് തോന്നുന്നുണ്ടോ? നോ. എന്താണ്? ഓരോ ബട്ടർഫ്ലൈക്കും എന്താണ് ഒരു പ്രത്യേകം പേരുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ കാറ്റഗറിയാണ് അവയുടെ ആ ചിത്രങ്ങൾ. അതായത് ആ ചിറകിലുണ്ടോ പലർക്കും പല തരത്തിലുള്ള വർണ്ണങ്ങളുണ്ട്, അതുപോലെ തന്നെ ഷേപ്പ് ഉണ്ട്, അതുപോലെ പല ആകൃതിയിലാണ് അവയുടെ ചിത്രങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ആ കളറും ഇതൊക്കെ എല്ലാം നോക്കിയത് അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ ബട്ടർഫ്ലൈക്കും നമ്മൾ പ്രത്യേകം പേരുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പു പിടിക്കാൻ പോയ ആ ബട്ടർഫ്ലൈയുടെ പേരെന്താണ്? വിലാസിനി. ഹർ നെയിം ഈസ് സിമിലർ ടു അവർ നെയിംസ്. അപ്പോൾ അപ്പു പറഞ്ഞു, ഇത് അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇത് നമ്മുടെയൊക്കെ അതായത് മനുഷ്യരുടെ പേരുമായിട്ട് വളരെ സാമ്യമുണ്ടല്ലോ. അപ്പു, ഡിഡ് യു സീ എ യെല്ലോ ബട്ടർഫ്ലൈ ഓൺ ദാറ്റ് ഫ്ലവർ? ഇറ്റ് ഈസ് മഞ്ഞ പപ്പാത്തി. അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു മഞ്ഞ ഒരു ബട്ടർഫ്ലൈ നിൽക്കുന്നുണ്ട്, ഒരു യെല്ലോ ബട്ടർഫ്ലൈ. ഇതിൻ്റെ പേരെന്താണ്? മഞ്ഞപ്പാപ്പാത്തി. മഞ്ഞപ്പാപ്പാത്തി. ഓ, നൈസ് നെയിം. There are many butterflies like them in our place and they have wonderful names too. അപ്പം നമ്മുടെ ചുറ്റുപാട് അങ്ങനെ ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഒന്ന് തൊടിയിൽക്കൊക്കെ ഇറങ്ങി നോക്കിയേ, ഇഷ്ടം പോലെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബട്ടർഫ്ലൈസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനൊക്കെ ഓരോ സെപ്പറേറ്റ് നെയിംസും ഉണ്ട്. ഓക്കെ, ടേക്ക് നെക്സ്റ്റ് പേജ് നമ്പർ 1. How beautiful are these friends who rush to flowers to suck honey. How different are the types of butterflies around us. അതെന്താണ്? എല്ലാ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസൊക്കെ എന്താണ്? അവർ കൂട്ടം കൂടി ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കളിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഫ്ലവേഴ്സിൽ നിന്ന് ഹണി അല്ലേ മത്സരിച്ചിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൗ ഡിഫറെൻറ്റ് ആർ ദീസ് ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് അറൗണ്ട് അസ്. എല്ലാം ഡിഫറെൻ്റാണ്, ഷേപ്പിലും കളറിലും ഒക്കെ അല്ലേ? എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസിനെ നമുക്ക് ചുറ്റുപാടും കാണാം. അതിനൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അവിടെ, ആ ബോക്സിലൊന്ന് നോക്കിയേ. ഗരുഡശലഭം. ഡു യു നോ ഗരുഡശലഭം? അത് നോക്കിയേ, വായിക്ക് എന്താണെന്നൊന്ന് വായിച്ച് നോക്കിയേ ഒറ്റയ്ക്ക്. ഡു യു നോ എന്താണ്? നിങ്ങൾക്കറിയാമോ? ഗരുഡശലഭം ഈസ് ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ സീൻ ഇൻ അവർ കൺട്രി. രത്നനീലി ഈസ് ദ സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ. അപ്പോൾ 2 ക്വസ്റ്റ്യനാണ് അവിടെ വരുന്നില്ലേ? നമ്മുടെ കൺട്രിയിൽ, അതായത് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഏതാണ്? ഗരുഡശലഭം. അതിൻ്റെ സ്പെല്ലിങ് ശരിക്കും പഠിച്ചു നോക്കുക. ഗരുഡ എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും GARUDA, ശലഭം
SHALABHAM. AM കണ്ട ഗരുഡശലഭം. അതാണ് ഗരുഡശലഭം ഈസ് ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ സീൻ ഇൻ അവർ കൺട്രി. പിന്നെയോ വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ ഇന്ത്യ? രത്നനീലി. അപ്പോൾ അവിടെ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് രണ്ടും നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം കേട്ടോ. രത്നനീലി അത് വായിക്കണത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം. RATNA എന്നാണ് വരുന്നത്. രത്ന എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന 2 ക്വസ്റ്റ്യനും നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ ഇന്ത്യ? ഗരുഡശലഭം. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ ഇന്ത്യ? രത്നനീലി. ഇത് 2 നോട്ടിൽ എഴുതി വെക്കണേ. ഷോവിങ് ദ ലോവർ സർഫേസ് ഓഫ് എ ലീഫ്, അപ്പൂസ് ഫാദർ സെറ്റ്. അപ്പോൾ അപ്പൂരെ വിളിച്ചിട്ട് അവൻ്റെ അച്ഛന് എന്ത് ചെയ്തു? ഒരു ഇല എടുത്തിട്ട് അതിനടിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഷോവിങ് ദ ലോവർ സർഫേസ് ഓഫ് എ ലീഫ്. അപ്പൂ ലുക്ക് അറ്റ് ദീസ് ആർ ദ എഗ്സ് ഓഫ് എ ബട്ടർഫ്ലൈ. നിങ്ങൾ കണ്ടോ ഒരു ചെടിയിൽ ഇങ്ങനെ മുത്തുപോലെ കിടക്കണത് കണ്ടില്ലേ? അതെന്താണ്? ഇതാണ് അതിൻ്റെ എഗ്, അതിൻ്റെ മുട്ട. അതായത് ബട്ടർഫ്ലൈസിൻ്റെ മുട്ടകളാണത്. അവരൊന്നിച്ച് കുറേ മുട്ടകൾ ഇട്ട് വെക്കും. നമ്മളും നമ്മുടെ ചുറ്റുപാടും നമ്മളെ ഗാർഡനിലൊക്കെ നടന്ന് നോക്കുക. ഓരോ ഇലകൾ ഇങ്ങനെ പൊക്കി വെച്ചാൽ അതിനടിയിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വെള്ള മുത്തുപോലെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നത് കാണാം. അതെന്താണ്? ഈ ബട്ടർഫ്ലൈസിൻ്റെ എഗ്സ് ആണ്. ഡു ബട്ടർഫ്ലൈസ് കം ഔട്ട് ഫ്രം ദ ഈസ് എഗ്സ്? അപ്പു റേസ്ഡ് ഹിസ് ഡൗട്ട്. അപ്പു ഹാസ് അനദർ ഡൗട്ട്. എന്താണ്? ഈ മുട്ടയിൽ നിന്നാണോ ഈ ബട്ടർഫ്ലൈസ്, ഇത്രയും വലിയ ബട്ടർഫ്ലൈസ് പുറത്ത് വരുന്നത്? ലെറ്റ് us observe. Wrap with a mosquito net that part of the branch where the leaf with butterfly egg is. ഇത് നിങ്ങൾക്കുള്ള ഒരു ഒബ്സർവേഷനാണ് കേട്ടോ. നിങ്ങൾ തന്നെ ഈ ഒരു പരീക്ഷണം നടത്തി നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ഗാർഡനിൽ ചുറ്റുപാട് നടന്ന് നോക്കാം. അങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ ഇങ്ങനെ മുത്തുകൾ കിട്ടുകയാണ്, മുത്ത് പോലെയുള്ള എഗ്ഗ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? അത് മെല്ലെ പൊട്ടിച്ചെടുക്കുക. Wrap with a mosquito net that part of the branch where the leaf with butterfly egg is. Observe it carefully every day. Write down the changes you observed in the environment diary. അത് നിങ്ങൾക്ക് മോസ്കിറ്റോ നെറ്റ് പോലെ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിനുള്ളിൽ വെക്കുക. എവിടെയെങ്കിലും അതായത് സൂക്ഷിച്ച് വെക്കണം. നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥലമാണ്. ആ ബ്രാഞ്ച് മൊത്തം കണ്ട് എടുത്താൽ മതി. ഇല അല്ലെങ്കിൽ ആ ബ്രാഞ്ച് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ട് അതെന്തെങ്കിലും കുത്തി വെച്ചിട്ട് ഒരു മണ്ണിലൊക്കെ ആയിട്ട് ചെറിയ പോട്ടിൽ കുത്തി വെച്ചിട്ടൊരു എന്ത് ചെയ്യുക? നെറ്റൊക്കെ ഇട്ട് വെക്കുക. നെറ്റിട്ട് വെച്ചിട്ട് അതായത് എന്തുകൊണ്ടാണ് നെറ്റ് തന്നെ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്? എയർ സർക്കുലേഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചാലും മതി. പക്ഷേ അതെന്ത് ചെയ്യണം? എയർ സർക്കുലേഷൻ ഉള്ള കുപ്പിയായിരിക്കണം. മുകളിൽ അടപ്പിനൊക്കെ എന്തെങ്കിലും ഹോള് പോലെയുള്ളതോ അല്ല വലിയ ഒരു ബോട്ടിലൊക്കെ ആയിരിക്കണം. അതുമല്ലെങ്കിൽ ഇങ്ങനെ നെറ്റ് പോലെയുള്ള നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഇതുപോലെയുള്ള സൗകര്യങ്ങളിൽ വെക്കാൻ പറ്റുന്ന ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അതുപോലെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ഒബ്സർവ് ചെയ്യണം. റൈറ്റ് ഡൗൺ ദ ചേഞ്ചസ് യു ഒബ്സർവ്ഡ് ഇൻ ദി എൻവയോൺമെൻറ്റ് ഡയറി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അപ്പു ചോദിച്ച പോലെ ഡയറക്റ്റായിട്ട് അത് എഗ്ഗിൽ നിന്ന് പുറത്ത് വരികയാണോ എന്ന്. ഇറ്റ് ഹാസ് മെനി ചേഞ്ചസ് ആൻഡ് ഇറ്റ് ഹാസ് മെനി സ്റ്റേജസ്. ഈ മുട്ടയെന്ന് അതായത് ഒരു ബട്ടർഫ്ലൈ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് പല സ്റ്റേജുകളുണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റേജുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? അത് ദിവസവും അതിനെ കുറച്ചൊരു 15 ഡേയ്സൊക്കെ എടുക്കുന്നുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നും നിങ്ങളുടെ ഡയറിയിൽ ഓരോ ചേഞ്ച് നിങ്ങൾ എഴുതി വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഇമേജ്, അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക പറ്റുന്നുണ്ടെങ്കിൽ, കാണാനൊക്കെ പറ്റുന്ന രീതിയിൽ. എന്തുകൊണ്ടാണ് ഈ ഒരു കമ്പടക്കം, ബ്രാഞ്ച് അടക്കം മുറിച്ച് വെക്കണം എന്നുള്ളത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിലുള്ള ലീഫ് തന്നെയാണ് അതിൻ്റെ ഫുഡായിട്ട് വരുന്നത്. നോക്കുക, ആദ്യം നമ്മൾ ആ സ്റ്റേജ് എന്താണെന്ന് നമുക്കറിയണമല്ലോ. പേജ് നമ്പർ 102 ആ ചേഞ്ചസ് പറയുന്നുണ്ട്. എന്താണ്? യു ക്യാൻ സീ ദ ചേഞ്ചസ് സിമിലർ ടു ദോസ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ നോക്കിയേ, ആ പിക്ചറിൽ കാണിക്കുന്ന പോലെയുള്ള ചേഞ്ച് തന്നെയാണ് വരുന്നത്. അതായത് എങ്ങനെയാണ്? ദ ചേഞ്ച് ഓഫ് ദ എഗ് ഹാച്ചിങ് ഇൻ ടു എ കാറ്റർപില്ലർ. ആദ്യം തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഈ എഗ്ഗ് എന്ത് ചെയ്യും? ഈ എഗ്ഗ് വിരിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ബട്ടർഫ്ലൈ ആണോ വരിക? അല്ല. ഫസ്റ്റിൽ ഈ എഗ്ഗ് എന്താവും? ഒരു കാറ്റർപില്ലറായിട്ടാണ് മാറുന്നത്. ഒരു ചെറിയ പുഴുവായിട്ട് അതിന് പുറത്തുനിന്ന് വരും. ഈ എഗ്ഗിൽ നിന്നും ചെറിയൊരു പുഴുവാണ് പുറത്ത് വരിക.
അതിനെ നമ്മളെന്താ വിളിക്കുക? കാറ്റർപില്ലർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഇത് ഇലകൾ ഇങ്ങനെ തിന്ന് നശിപ്പിക്കുന്നത്. നമ്മൾ ഇത് വെറും എന്താണ്, ഒരു പുഴുവാണ്, ഇല തിന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പുഴു ഉണ്ടായതാണ്. പക്ഷെ എന്ത് ഭംഗിയാവും അല്ലേ? ആ കാറ്റർപില്ലറിനെ കാണാൻ നല്ല കളർഫുള്ളാവും. എന്നിട്ട് എന്ത് ചെയ്യും ഈ കാറ്റർപില്ലർ? പിന്നെ എന്ത് ചെയ്യും? ഈ കാറ്റർപില്ലറിൻ്റെ ജോലി എന്താണ്? ഡെയിലി ഫുൾ ടൈം ഇരുന്നുണ്ട് എന്ത് ചെയ്യും? ഈ ഇലകൾ ഇങ്ങനെ തിന്നും. അതിന് മതിയാവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഫുള്ളി അതിൻ്റെ സ്റ്റൊമക്ക് ഫുള്ളാക്കുകയാണ്. അതിന് കഴിക്കാൻ പറ്റുന്നിടത്തോളം അത് കഴിക്കും. അതിന് ശേഷം അത് ഉറങ്ങാൻ തുടങ്ങും. സ്ലീപ്പിംഗ് ടൈമാണ്. അതാണ് നമ്മുടെ ഈ പ്യൂപ്പ എന്നുള്ള സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എഗ്ഗ്, പിന്നെ സെക്കൻഡ് വൺ എന്താണ്? കാറ്റർപില്ലർ. പിന്നെ ദെൻ കാറ്റർപില്ലർ എന്താവും? കാറ്റർപില്ലർ ഇൻറ്റു പ്യൂപ്പ. പ്യൂപ്പ എന്നുള്ള സ്റ്റേജിൽ അതെന്ത് ചെയ്യും? ഒരു ഇലയുടെ അടിയിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കും. അങ്ങനെ അതിന് മുകളിൽ എന്ത് ചെയ്യും? ഒരു കവറിങ് വരും. അപ്പം നമുക്ക് മനസ്സിലാവൂല എന്താണ് ഇതൊരു പിന്നെ കാറ്റർപില്ലർ ആയിരുന്നോ, ഇതൊരു പുഴുവാണോ, അതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. Then how fascinating is the sight of a beautiful butterfly flapping its wings out from the pupa. അങ്ങനെ ഈ പ്യൂപ്പ ഒരു 10 to 15 ഡേയ്സ് 12 to 15 ഡേയ്സ് വരെ എടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ അവസാനം അതെന്ത് ചെയ്യും? അതിൽ നിന്ന് പുറത്ത് വരും. ഈ പ്യൂപ്പയിൽ നിന്നും അതിൻ്റെ ആ സ്റ്റേജ് കഴിഞ്ഞാൽ, അതായത് ആ കാറ്റർപില്ലർ ഒരു ബട്ടർഫ്ലൈ ആയി മാറിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും. ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സൈറ്റാണെന്നാണ് പറയണത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണത്. അപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്രയും എന്തൊരു രസമാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു എക്സ്പെരിമെൻറ്റ് വീട്ടിൽ ചെയ്ത് നോക്കുക. അതിൻ്റെ ഓരോ സ്റ്റേജും നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കുകയും ചെയ്യണം. ഇത് വന്ന ഉടനെ അങ്ങോട്ട് വലിയതായിട്ട് ചിറകൊക്കെ വിടർത്തി പാറിപ്പോകുന്നില്ല കേട്ടോ. അപ്പം തന്നെ അതിൻ്റെ വിങ്സ് ഒന്നും ഫ്ലാപ്പ് ചെയ്ത്, അതായത് വരുമ്പോൾ അത് നനഞ്ഞ രീതിയിലാണ് അത്ര വരിക. അതിൻ്റെ വിങ്സൊക്കെ ഡ്രൈ അല്ലായിരിക്കും, എന്താ വെച്ചാൽ വെറ്റ് ആയിട്ടുള്ള വിങ്സ് ആയിരിക്കും. ഈ വിങ്സ് എന്ത് ചെയ്യും? ഒന്നിങ്ങനെ കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് അത് അതുപോലെ ഇങ്ങനെ കുറേ നേരം നിന്ന ശേഷം മാത്രമേ ഉള്ളൂ അത് എന്ത് ചെയ്തിട്ടുള്ളൂ, അത് പറന്ന് പോവുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പറ്റുന്നവരൊക്കെ ഒന്ന് ടീച്ചർക്ക് അയച്ചു തരും വേണം കേട്ടോ. ഒരു കുറച്ച് ദിവസത്തിനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. ഓക്കെ, ഇതാ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഈ പ്യൂപ്പയുടെ സ്റ്റേജ് കാണിക്കുന്നുണ്ടല്ലോ, കണ്ടോ അല്ലേ? പ്യൂപ്പയെന്ന് പിന്നെ മെല്ലെ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ അത് എന്താണ് ഒരു ബട്ടർഫ്ലൈ ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഫുള്ളി ബട്ടർഫ്ലൈ ആയിട്ട് മാറുമ്പോൾ അതെന്ത് ചെയ്യും? ഈ പ്യൂപ്പയെന്ന് പുറത്ത് വരണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പിന്നെ ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ട്, അതായത് ഡ്രോ ദ ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആദ്യം ആ ഡയഗ്രാം വരയ്ക്കുക. നിങ്ങൾ ചെറിയ ഡയഗ്രാം കണ്ടല്ലോ, ആ ഡയഗ്രത്തിൻ്റെ മുകളിൽ അതുപോലെ ചിത്രം വരക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ എന്താണ് എന്നുള്ള ഓരോ സ്റ്റേജിലുള്ള പേര് എഴുതിയേക്കുക. എഗ്ഗ്, കാറ്റർപില്ലർ, പ്യൂപ്പ, ദെൻ ബട്ടർഫ്ലൈ. ആ ഒരു പിക്ചർ നമുക്ക് കാണിച്ചു തന്നല്ലോ, അപ്പോൾ ടെക്സ്റ്റിലുള്ള ആ പിക്ചർ വരക്കുക. അതിനുശേഷം അത് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ, ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയും കൂടെ എഴുതണം. ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈ ആദ്യം പിക്ചർ വരച്ച ശേഷം ഇതുകൂടെ എഴുതുക. ബട്ടർഫ്ലൈസ് എഗ്സ് ആർ സീൻ ഇൻ ദ ലീവ്സ്. ആഫ്റ്റർ ഹാച്ചിങ് ഇറ്റ് ചേഞ്ച് ഇൻ ടു എ കാറ്റർപില്ലർ. ആ എഗ്സ് നമ്മൾക്ക് ലീവ്സിലാണ് കാണാൻ കഴിയുക. അത് വിരിഞ്ഞ ശേഷം എന്ത് ചെയ്യും? അതൊരു കാറ്റർപില്ലറായിട്ട് മാറുന്നു. ആൻഡ് ദെൻ ഇറ്റ് ടേൺഡ് ഇൻ ടു പ്യൂപ്പ. പിന്നെ കാറ്റർപില്ലർ എന്തായി മാറും? ഒരു പ്യൂപ്പയായിട്ട് മാറുന്നു. ആഫ്റ്റർ സം ഡേയ്സ് ഇറ്റ് ചേഞ്ച് ഇൻ ടു എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. ഇതും കൂടെ അതിൻ്റെ താഴെ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ നോട്ടിലെല്ലാവരും എഴുതി വെക്കുക. അതുപോലെ ഈ ബോക്സിലുള്ളതും പഠിച്ചു വെക്കണേ. വെറൈറ്റീസ് ഓഫ് സ്മാൾ ബട്ടർഫ്ലൈസ് ലീവ് ഫോർ എ പീരിയഡ് ഫ്രം 2 weeks to 3 weeks എന്നാണ് പറയണത്. അതായത് നമ്മൾ പുറത്തിറങ്ങി നമുക്ക് കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസിനെയും കാണാം അല്ലേ? ഈ ചെറിയ പുല്ലുകളിലൂടെയൊക്കെ ഇങ്ങനെ പുല്ലുകളുടെ ചെറിയ പൂക്കളുടെയൊക്കെ മേൽ ഇരിക്കുന്നത് കാണാൻ കുഞ്ഞു കുഞ്ഞു അധികം വൈറ്റ് ബട്ടർഫ്ലൈസും അത് അധികവും കാണാറുള്ളത് നമ്മുടെ ചുറ്റുപാടും. അപ്പോൾ ഇങ്ങനെയുള്ള സ്മാൾ ബട്ടർഫ്ലൈസിൻ്റെയൊക്കെ ലൈഫ് പീരീഡ് എത്രയാണ്? ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 3 ആഴ്ച, 2 weeks or 3 weeks. ഇത്രയേ ഉള്ളൂ അവർക്ക് പിന്നെ അവരുടെ ആ ജീവിതം ഉള്ളൂ. അപ്പോൾ ഈ 3 ആഴ്ച കഴിഞ്ഞാൽ അവ എന്താവും? ചത്തുപോകും. ആൻഡ് ദ ബിഗ്ഗർ വൺസ് ഫോർ എ പീരിയഡ് ഫ്രം 3 weeks to 20 weeks. എന്നാലോ നമ്മുടെ ലാർജ് ബട്ടർഫ്ലൈസിന് നല്ല ബിഗ് സൈസാണെങ്കിൽ അവയ്ക്ക് എത്രയുണ്ട്? ചിലത് 3 weeks ഉള്ളൂ, ചിലതിന് എന്ത് വരും?
20 വീക്സ് വരെ ജീവിച്ചിരിക്കും. 3 വീക്സ് ടു 20 വീക്സ്. ദ ലൈഫ് സ്പാൻ ഓഫ് അവർ സ്ട്രൈപ്പ് ടൈഗർ, ഒരു വെറൈറ്റി ചിത്രശലഭമാണ്. അതിൻ്റെ പേരെന്താണ്? സ്ട്രൈപ്ഡ് ടൈഗർ എന്നാണ്. അതായത് ടൈഗറിൻ്റെ പോലെ വരവരെയുള്ള ഒരു ചിത്രശലഭമുണ്ട്. അതിൻ്റെ ലൈഫ് സ്പാൻ, അതിൻ്റെ ജീവിതം എത്രയാണ്? ഇറ്റ് ഈസ് അറൗണ്ട് 9 വീക്സ് ആണുള്ളത്. അത് 9 ആഴ്ചയോളം ജീവിച്ചിരിക്കുന്ന പറയണത്. ഏതിൻ്റെയാണ്? സ്ട്രൈപ്ഡ് ടൈഗർ എന്നുള്ള ചിത്രശലഭത്തിൻ്റെയാണ് കേട്ടോ പറയണത്. അപ്പോൾ ഓരോന്നും പ്രത്യേകം കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക. സ്മോൾ ബട്ടർഫ്ലൈസിനാണെങ്കിൽ എത്രയാണ്? 2 വീക്സ് ടു 3 വീക്സ്. 2 ആഴ്ച അല്ലെങ്കിൽ ടു 3 വീക്സ്. 2 ആഴ്ച മുതൽ 3, ഓരോന്നിൻ്റെയും ഓരോ വ്യത്യാസം ഉണ്ടാവും ചെറുതായിട്ട്. ബിഗ്ഗർ വൺസിൻ്റെ ആണെങ്കിലോ 3 to 2 വീക്സ്. അത് നിങ്ങൾ എഴുതുമ്പോൾ ഇത് മനസ്സിലാക്കണം. 3 മുതൽ 20 വീക്സ് വരെ എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ സ്ട്രൈപ്ഡ് ടൈഗർ ബട്ടർഫ്ലൈയുടെ എത്ര വരും? 9 വീക്സോളം അത് ജീവിച്ചിരിക്കും. Observe the variety of butterflies that visit the gardens and its premises. Observe the butterflies and fill up the card given below. അപ്പോൾ നിങ്ങൾക്കും തന്നെ എന്ത് ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വേറെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഗാർഡനിലേക്ക് നിങ്ങൾ ഇറങ്ങുക. നിങ്ങൾക്ക് വീടിന് ചുറ്റും ഗാർഡനോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നിറയെ പുല്ലും ചെറിയ കുഞ്ഞു പൂക്കളും ഉണ്ടായാലും മതി. അതിലൊക്കെ എന്തുണ്ടാവും? ബട്ടർഫ്ലൈസ് വരാറുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ ഒബ്സർവ് ചെയ്യണം. ബട്ടർഫ്ലൈസിനെ ഒബ്സർവ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ ഒരു കാർഡ് തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിനെ പിടിച്ച് കൊണ്ടുപോയിട്ട് നോക്കുകയല്ല വേണ്ടേ. ആ ബട്ടർഫ്ലൈസിനെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ ഒരു ബട്ടർഫ്ലൈസ് ഐ സോ എന്നുള്ള കാർഡ് കണ്ടല്ലോ, നിങ്ങൾ ആ കാർഡ് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എന്തറിയണം? കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ പേര് മനസ്സിലാക്കണം ഈ കാർഡ് ഫില്ല് ചെയ്യണതിൻ്റെ മുമ്പ്. അതാണ് നെക്സ്റ്റ് പേജിൽ തന്നിട്ടുള്ളത്. 103 എടുത്തേ, ആ പേജ് എടുത്തേ. ഹാവ് എ ലുക്ക് അറ്റ് സം ഓഫ് ബട്ടർഫ്ലൈസ് സീൻ ഇൻ കേരള. ഇത് നമ്മുടെ ചുറ്റുഭാഗത്തുനിന്ന് കാണപ്പെടുന്ന കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ പിക്ചേഴ്സാണ്. കേരളത്തിൽ കാണപ്പെടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഓരോന്നിൻ്റെയും പേര് ശ്രദ്ധിക്കുക. ടീച്ചർ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കണം. അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണതെന്ന് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ചുറ്റുപാടും നടന്ന് നോക്കുമ്പോൾ ഇതുപോലെയുള്ള ഒന്നിനെ കാണുകയാണെങ്കിൽ അതിന് താഴെ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ അതിൻ്റെ പിക്ചർ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, അതുമില്ലെങ്കിൽ നിങ്ങൾ കണ്ടതിൻ്റെ പേര് മാത്രം എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് ചിത്രശലഭത്തിനെയാണ് കണ്ടത് എന്നുള്ളത്. ആ ഫസ്റ്റ് വണ്ണ് നോക്കിയേ. ഇതിൻ്റെ പേരെന്താണ്? തകരമുത്തി എന്നാണ് എഴുതിയിട്ടുള്ളത്. തകരമുത്തി, ഒരു ചെറിയ ഒരു പെയിൽ ഗ്രീൻ കളറാണല്ലേ തകരമുത്തി. അടുത്തത് കരിയില ശലഭം. കണ്ടാൽ തന്നെ ഒരു കരിഞ്ഞ ഇല പോലെ അല്ലേ, ഉണങ്ങിയ ഇല പോലെയാണ് അതിൻ്റെ കളറ്. അതിനാണ് കരിയില ശലഭം. അടുത്തത് അരളി ശലഭം. ഇങ്ങനത്തതിനെ കുറേ കാണാറുണ്ട് അല്ലേ, നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ കാണാറുണ്ട്. അതിൻ്റെ പേരാണ് അരളി ശലഭം. നെക്സ്റ്റ് ഏതാണ്? നാട്ടുറോസ്, നീലക്കടുവ. അങ്ങനെ ആ കുത്തും ചെറിയ സ്ട്രൈപ്സൊക്കെ വരുന്നതുകൊണ്ടാവാം നീലക്കടുവ. ഒരു നീല കളറുമാണ് അല്ലേ, നീലക്കടുവ. എറുക്കുതാപ്പി എന്നോ എന്തോ ആണ് അതിൻ്റെ പേരാണത്. പിന്നെ എന്താണ്? നീലക്കുടുക്ക. പിന്നെ നമ്മുടെ അപ്പു ആദ്യം കണ്ട ആ ചിത്രശലഭമാണത്, വിലാസിനി. സ്റ്റേറ്റ് ഫ്ലാഷ്, നാട്ടുകോമാളി. അതായത് ഒരു ജോക്കറുടെയൊക്കെ പോലെ തോന്നുന്നുണ്ടല്ലേ, അതിൻ്റെ ആ വിങ്സ് കണ്ടാൽ ജോക്കറുടെ പുള്ളിയൊക്കെ ഉണ്ടല്ലേ പോലെ, അതുകൊണ്ടാവും കോമാളി എന്ന് കൊടുത്തത്. നാട്ടുകോമാളി. ദെൻ പുലിത്തെയ്യൻ. കണ്ടാലേ അറിയാം, അതിൻ്റെ നോക്കി ഡോട്ട്സ് എന്താണ്? പുലികളുടെ പോലെയാണ്. അപ്പോൾ പുലിത്തെയ്യൻ. ചക്കര ശലഭം, തവിടൻ ആര. ഇതിനെ നമ്മൾ എപ്പോഴും നമ്മുടെ തുമ്പപ്പൂവിലൊക്കെ എപ്പോഴും ഇരിക്കണത് കാണാം. ഒരു കുറച്ച് സ്മോൾ വണ്ണാണ്, പക്ഷെ അതിൻ്റെ ബോഡി കണ്ടോ, അത് കുറച്ചൊരു എന്താണ് ഫാറ്റി ബോഡിയാണ്, സ്മോൾ വിങ്സാണ്. അതിന് പേര് എന്താണ്? തവിടൻ ആര. ദെൻ
കറുപ്പനാണ് കറുപ്പൻ. ദെൻ മഞ്ഞ പാപ്പാത്തി. ഇത്രയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, അതുപോലെ നിങ്ങൾ വായിച്ചു പഠിക്കുക. എന്നിട്ട് നിങ്ങളെ ചുറ്റും ഇറങ്ങി നോക്കണം. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേതെങ്കിലും ഒന്നിനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാർഡ് ഫില്ല് ചെയ്യണം. ദ ബട്ടർഫ്ലൈസ് ഐ സോ എന്നുള്ളത്. അപ്പോൾ ഇതിലൊന്നിനെ കണ്ട് നെയിം ഓഫ് ദ ബട്ടർഫ്ലൈ. അപ്പോൾ നിങ്ങൾ കരിയില ശലഭത്തിനെയാണ് കണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ ഈ ബട്ടർഫ്ലൈനെയാണ് നിങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇവിടെ അതിൻ്റെ പേര് എഴുതി വെക്കുക. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഇന്ന ബട്ടർഫ്ലൈനെയാണ് കണ്ടതെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് പേര് നെയിം ഓഫ് ദ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെക്കുക. ഐ സോ ദ ബട്ടർഫ്ലൈ ഓൺ, അവിടെ ഡേറ്റും മന്തും ഇയറും എഴുതി വെക്കുക. ടെക്സ്റ്റ് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഇന്നാണ് കണ്ടതെന്നുണ്ടെങ്കിൽ ഇന്ന്, അതിൻ്റെ മന്ത് എന്താണ്, ഇയർ എന്താണ് എന്നുള്ളത് അവിടെ എഴുതി വെക്കുക. ദെൻ ദ പ്ലേസ് വേർ ഐ സോ ദ ബട്ടർഫ്ലൈ, എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ആ ബട്ടർഫ്ലൈനെ കണ്ടത് എന്നുള്ളത് എഴുതി വെക്കണം. ചിലപ്പോൾ നിങ്ങളുടെ യാർഡിലോ ഗാർഡനിലോ ഫീൽഡ്സിലോ ആവാം, അല്ലെങ്കിൽ ഫോറസ്റ്റിലോ അങ്ങനെ പുറത്ത് എവിടെയെങ്കിലും പോയപ്പോഴാവാം. അപ്പോൾ ഏത് സ്ഥലത്താണ് നിങ്ങൾ കണ്ടതെന്ന് നിങ്ങൾ എഴുതി വെക്കണം. ചില റയർ സ്പീഷീസിനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെയൊക്കെ പിക്ചർ എടുക്കാൻ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇങ്ങനത്തെയുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ്, 1 പെയറാണോ ഗ്രൂപ്പാണോ, അതായത് പെയറായിട്ടാണോ ഗ്രൂപ്പായിട്ടാണോ ഒന്നാണോ 1 ആയിട്ടാണോ കണ്ടതെന്ന് മാത്രം എഴുതുക. ചിലപ്പോൾ ഒന്നിനെ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ, 1 എന്ന് എഴുതുക. പെയറായിട്ട് 2 എണ്ണം നിൽക്കുന്നതാണെങ്കിൽ പെയറായിട്ട് എന്ന് എഴുതുക. ഗ്രൂപ്പായിട്ട് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് എന്ന് കണ്ടു അവിടെ എഴുതിയാൽ മതി കേട്ടോ. ദെൻ ദ പ്ലാന്റ് ഓൺ വിച്ച് ദ ബട്ടർഫ്ലൈ വാസ് സീൻ, ഏത് ചെടിയിലാണ് അതിരുന്നത് എന്നുള്ളത് എഴുതുക. അത് ഞാൻ അറിയണില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പ്ലാന്റ് എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ അറിയണ പേരാണെങ്കിൽ ആ പ്ലാന്റിൻ്റെ പേരറിയുന്നുണ്ടെങ്കിൽ ആ പ്ലാന്റും അവിടെ എഴുതി വെക്കുക. ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ പേരും ഒന്ന് വായിച്ചു നോക്കുക. ആ ബട്ടർഫ്ലൈസിൻ്റെ പേരൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ച ശേഷം മാത്രം ഈ കാർഡ് ഫില്ല് ചെയ്യുക കേട്ടോ. ഓക്കെ. പിന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് ഞങ്ങൾക്കുള്ളത്. എന്താണ്, ലുക്ക് അറ്റ് ബട്ടർഫ്ലൈ ഡ്രോൺ ബൈ സാനിമോൾ, കളർ ദ റിമൈനിങ് ഹാഫ്. സാനിമോൾ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലേ, ഫുൾ ഒരു പാർട്ട് വെച്ചിട്ടുണ്ട്, കളർ ചെയ്ത് വെച്ചിട്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ എന്ത് ചെയ്യണം, അതിൻ്റെ ഹാഫ് പാർട്ട് നിങ്ങൾ കളർ ചെയ്തിട്ട് വെക്കണം. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്, ലെറ്റസ് മേക്ക് എ ബട്ടർഫ്ലൈ വിത്ത് പേപ്പർ. അതിൽ കുറേ സ്റ്റേജസ് കാണിച്ചിട്ടുണ്ട്. ആ സ്റ്റേജുകൾ നോക്കുക. അതിൽ നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ലുക്ക് അറ്റ് ദ ബട്ടർഫ്ലൈസ് മെയ്ഡ് ബൈ അപ്പു യൂസിങ് കളർ പേപ്പേഴ്സ്. നിങ്ങൾ കളർ പേപ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ കളർ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ നോട്ട്ബുക്കിലുള്ള പേപ്പർ ഇതാകുമ്പോൾ കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടാവും. ആൻഡ് ബ്യൂട്ടിഫൈ യുവർ ക്ലാസ് റൂം ബൈ മേക്കിംഗ് ബട്ടർഫ്ലൈസ് വിത്ത് സ്യൂട്ടബിൾ കളർ പേപ്പേഴ്സ്. നമുക്ക് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ചെയ്യായിരുന്നു. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ചെയ്ത് കഴിഞ്ഞ ശേഷം ടീച്ചർക്ക് അത് അയച്ചു തരണം. ഈ പറയുന്ന ആക്ടിവിറ്റീസൊക്കെ പലരും ചെയ്തു തരില്ല, ചിലരൊക്കെ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്ത് തരുന്നുണ്ട്. ചില ആളുകൾ ഒന്നും ചെയ്യാറില്ല. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ ഇതെങ്കിലും ഒന്ന് ചെയ്യാം കേട്ടോ. ഇത് സ്മാൾ യൂണിറ്റ്, അതിന് ചെറിയ പോർഷനും കൂടെ ഉള്ളൂ, അതും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. Those flying away. Butterflies are now decreasing in number. ശരിയാണ്, പണ്ട് കണ്ട പോലെ ഇന്നും കാണുന്ന പോലെ ഇന്ന് ബട്ടർഫ്ലൈസിനെ കാണാനില്ല. അവ ഓരോ നിമിഷം എന്താണ്, അവയുടെ നമ്പേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെനി വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസ് ഹാവ് ഡിസപ്പിയേർഡ് ഫ്രം ദ എർത്ത്. പല വെറൈറ്റി, നമ്മളിപ്പോൾ കുറച്ച് പേരെ കണ്ടുള്ളൂ അല്ലേ, ഇതുപോലെ ഇതിലും നല്ല നല്ല വെറൈറ്റീസ് നമ്മുടെ ചുറ്റുപാടുണ്ടായിരുന്നു. പക്ഷേ ഈ വെറൈറ്റീസൊക്കെ എന്താണ്, നൗ ദീസ് ബട്ടർഫ്ലൈസ് ഹാവ് ഡിസപ്പിയേർഡ് ഫ്രം ദ എർത്ത്. അതായത് ഭൂമിയിൽ നിന്നേ അവ ഇല്ലാതായി പോയിട്ടുണ്ട്. മെനി കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് തുമ്പ, കൃഷ്ണകിരീടം എറ്റ്സെട്ര ദാറ്റ് ഗിവ് ഹണി ടു ദ ബട്ടർഫ്ലൈസ് ആർ ആൾസോ ഡിസപ്പിയറിങ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് ആവശ്യമായ തേനും പിന്നെ അതൊക്കെ കുടിക്കാനുള്ളത് കിട്ടും വേണം. അതായത് നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് ബട്ടർഫ്ലൈസിനല്ലേ കാണിച്ചത് നമ്മൾ, അത് നമ്മുടെ ഈ പിന്നെ എൻവയോൺമെൻറ്റിൽ ജീവിക്കാൻ പറ്റുന്ന കുറച്ച് ബട്ടർഫ്ലൈസ് ആവും. പക്ഷേ നമ്മുടെ എൻവയോൺമെൻറ്റ് മൊത്തം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാടൊക്കെ വെട്ടി നശിപ്പിച്ച് എല്ലാ പ്ലാന്റ്സും ക്ലീൻ ചെയ്ത്, അപ്പോൾ ഇതൊക്കെ നശിപ്പിക്കുമ്പോൾ എന്താണ്, ഇവർക്ക് കിട്ടേണ്ട ഫുഡൊക്കെ എന്താണ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ പഴയ കാലത്തെ കുറച്ച് പ്ലാന്റ്സ് പറയുന്നത് തുമ്പ, കൃഷ്ണകിരീടം കണ്ടിട്ടില്ലേ, നമ്മുടെ തൊടികളിലൊക്കെ ഉണ്ടാവണം ഒന്നിച്ച് വലിയൊരു റെഡ് കളറ് കൃഷ്ണകിരീടം, അങ്ങനെ
ഓരോ ലെയറായിട്ട് അറ്റത്ത് ഓരോ കുഞ്ഞു ചുമന്ന പൂക്കളുണ്ടാവും. അപ്പോൾ ഈ തുമ്പയിൽ നിന്നും കൃഷ്ണഗിരിയുടെ നിന്ന് അവർക്ക് ഇഷ്ടം പോലെ ഹണി കിട്ടിയിരുന്നത്. അപ്പോൾ ഇതൊന്നും കിട്ടാതാവുമ്പോൾ എന്താവും, അവർ ഡിസപ്പിയർഡ് ആവും, അതായത് അവരെ വംശനാശം സംഭവിക്കുകയാണ്. ബട്ടർഫ്ലൈസ് ദാറ്റ് സക്ക് ഹണി ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ്. അതുമാത്രമല്ല, ഇവ ഈ ഒരു പൂവിൽ നിന്ന് വേറൊരു പൂവിൽ പോയിട്ട് ഈ തേൻ കുടിക്കുമ്പോൾ എന്താണ്, ഇറ്റ് ആൾസോ ഹെൽപ്പ് ദ പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ്. അതായത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് ഇവ ഇവിടുന്ന് ഈ പൂവിലിരുന്ന് ഈ പൂമ്പൊടി മറ്റേ പൂവിൽ ഇരിക്കുമ്പോഴാണ് അതിന് വേറൊരു പ്ലാന്റ്സ് ഉണ്ടാവാൻ സഹായകമാകുന്നത്. അതൊക്കെ നിങ്ങൾ വേറെ സയൻസ് ക്ലാസ്സുകളിൽ പഠിക്കും അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആളുകളായിരുന്നു നമ്മുടെ ഈ ബട്ടർഫ്ലൈസ്. അതിനുള്ളൊരു ക്രീച്ചേഴ്സ് ആയിരുന്നു. പക്ഷേ ഇവയെ ഡിസപ്പിയർ ചെയ്യുമ്പോൾ ഇതെന്തായി, മൊത്തം ഈ സന്തുലനാവസ്ഥയ്ക്ക് തെറ്റിപ്പോയി. അപ്പോൾ അവയുടെ വംശനാശത്തിനും അത് കാരണമായി. ഷുഡിൻ വി പ്രൊട്ടക്ട് ദീസ് വണ്ടേഴ്സ് ഓഫ് കളർ ദാറ്റ് ഫ്ലൈ ഫ്രം ഫ്ലവർ ടു ഫ്ലവർ? ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ, അല്ലേ? ഷുഡിൻ വി പ്രൊട്ടക്ട് ദീസ് വണ്ടേഴ്സ് ഓഫ് കളർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബട്ടർഫ്ലൈസിനെയാണ്, അല്ലേ? കളർ കൊണ്ടുള്ള മായാജാലം, കളർ കൊണ്ടുള്ള ഒരു അത്ഭുതമാണ് ഈ ബട്ടർഫ്ലൈസ്. നമുക്ക് അവയെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടല്ലോ. അപ്പം അതിനെന്തൊക്കെയാണ് വേണ്ടത്? ഇതൊക്കെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ടീച്ചർ 2 എഴുതി തരാം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം: ബട്ടർഫ്ലൈസ് ആർ ഡിക്രീസിങ് ഇൻ നമ്പർ ടുഡേ. വാട്ട് മേ ബി ദ റീസൺ ഫോർ ദിസ്? Answer: deforestation. Plants like tumba, krishnagiridam, etc. give honey to the butterflies are disappearing. Use of chemical pesticides in plants. അതും അവയുടെ മരണകാരണമാകുന്നത്. അതായത് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അടങ്ങിയ പ്ലാന്റ്സിൻ്റെ ചെല്ലുമ്പോഴും ആ പ്ലാന്റ്സിൽ ചെന്നിട്ട് അതിൻ്റെ ഹണി കഴിക്കുമ്പോൾ ഇവയ്ക്കും എന്ത് ചെയ്യാണ്, പോയ്സണിങ് ഏൽക്കുകയാണ്. അങ്ങനെ അതും ഈ ബട്ടർഫ്ലൈസിൻ്റെ വംശനാശത്തിന് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ കാട് വെട്ടി തെളിക്കുന്നത്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക, ഇത് നോട്ടിൽ എഴുതി വെക്കുക. എന്തുകൊണ്ടാണ് ബട്ടർഫ്ലൈസിൻ്റെ നമ്പർ ഡേ ടു ഡേ ഡിക്രീസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ റീസൺസ് ആണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ബട്ടർഫ്ലൈസ്? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ബട്ടർഫ്ലൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? പ്ലാന്റ് മെനി ഫ്ലവറിങ് പ്ലാന്റ്സ് ഇൻ അവർ ഗാർഡൻ. നമ്മുടെ ചുറ്റുപാടും, നമ്മളെ ഗാർഡനിലും യാർഡിലും ഫീൽഡ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറേ ഫ്ലവറിങ് പ്ലാന്റ്സ് വെച്ചുപിടിപ്പിക്കാം, അല്ലേ? പ്ലാന്റ് മെനി ഫ്ലവറിങ് പ്ലാന്റ്സ്. പിന്നെ നെക്സ്റ്റ്, ഡോണ്ട് യൂസ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഓൺ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ, ഫോറസ്റ്റ് ഒന്നും വെട്ടിത്തെളിക്കാണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ എന്താണ്, ബട്ടർഫ്ലൈസിനുള്ള ആ ഒരു പരിതസ്ഥിതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ നമ്മുടെ ആക്ടിവിറ്റി പാർട്ടിൽ വന്ന ഈ 2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കുക. വിച്ച് എമംഗ് ദ ഫോളോയിങ് വിൽ പോസിബിളി ഹാപ്പൻ ഇഫ് ബട്ടർഫ്ലൈസ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ്? ഏതായിരിക്കാം? പ്ലാന്റ്സ് ഡ്രൈ അപ്പ്, ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഡിക്രീസസ്, മെനി പ്ലാന്റ്സ് വിൽ നോട്ട് ഹാവ് ന്യൂ സാപ്ലിങ്സ്, പ്ലാന്റ്സ് വിൽ നോട്ട് ഫ്ലവർ. അതായത് എന്തായിരിക്കാം നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് ആവാൻ കാരണം? ബട്ടർഫ്ലൈസ് എക്സ്റ്റിങ്ക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ, എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ വംശനാശം വരിക, ബട്ടർഫ്ലൈസുകൾ ഇല്ലാതാവുക. അതിനുള്ള ഒരു റീസൺ ഇതിൽ പറയുന്നത് എന്താവാം? പ്ലാന്റ്സ് ഡ്രൈ അപ്പ്, ഉണങ്ങുന്നതാണോ? അതിപ്പോൾ എല്ലാ കാലവും ഡ്രൈ അപ്പ് ആവുമോ? ഇല്ല. ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഡിക്രീസസ്, പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് കുറഞ്ഞത് ബട്ടർഫ്ലൈസിനെ ബാധിക്കുമോ? പ്ലാന്റ്സ് വിൽ നോട്ട് ഹാവ് ന്യൂ സാപ്ലിങ്സ്, പുതിയ സാപ്ലിങ്സ്, പുതിയ തൈ മുളക്കാതിരിക്കണോണ്ടാണോ? പ്ലാന്റ്സ് വിൽ നോട്ട് ഫ്ലവർ ചെയ്യാതിരിക്കണോണ്ടാണോ? ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഡിക്രീസസ്, നമ്മളതാണ് ഇത് ആൻസറായിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്ലാന്റ്സൊക്കെ വെട്ടിത്തെളിക്കുകയാണ്, അല്ലേ? ഡീഫോറസ്റ്റേഷൻ നടത്തിയിട്ട് പ്ലാന്റ്സ് വെട്ടിത്തെളിക്കുകയാണ്. അതുകൊണ്ട് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തും എന്താണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്ലാന്റിങ് നടത്താത്തതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ആൻസർ കേട്ടോ, ബി. ആൻസർ ബി. ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഡിക്രീസസ്. അതുപോലെ തന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ എല്ലാം പോസിബിളി ആയിട്ട് വരാം. മെനി പ്ലാന്റ്സ് വിൽ നോട്ട് ഹാവ് ന്യൂ സാപ്ലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുതുത് ഉണ്ടാവാണ്ടിരിക്കുകയാണ്.
പക്ഷേ അതിനൊക്കെ ആധാരം എന്താണ്? ആദ്യം പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുത്താൽ ഇതൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ തന്നെ വിൽ നോട്ട് ഫ്ലവർ ഉണ്ടാവാതിരിക്കുക. പക്ഷേ ഒരു പ്ലാന്റ്സ് നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ന്യൂ സാപ്ലിങ്സും ഉണ്ടാവും, ഫ്ലവറിങ്ങും ഉണ്ടാവും, ഒക്കെ നടക്കും ഉണ്ടല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കണം. You have understood the stages of growth of butterflies. Which of those mentioned below is the correct order of growth? നമ്മൾ കാണിച്ചല്ലോ സൈക്കിൾ അല്ലേ? ആ സൈക്കിൾ നോക്കുക, ആ ലൈഫ് സൈക്കിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ. എങ്ങനെയാണ്? ആദ്യം നമ്മൾ ലീവ്സിൽ എഗ്ഗ് കാണുന്നു, ആ എഗ്ഗ് പിന്നെ കാറ്റർപില്ലർ ആവും, ആ കാറ്റർപില്ലർ എന്ത് ചെയ്യും? ഇലയൊക്കെ തിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പ്യൂപ്പയായി മാറും, ലാസ്റ്റിലാണ് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. അത് ഏതാവും? അപ്പോൾ ആൻസർ ഏതാവും? ആൻസർ ഡി ആവും ആൻസർ കേട്ടോ. പിന്നെ ബട്ടർഫ്ലൈസ് ആർ ഡിക്രീസിങ് ഇൻ നമ്പർ ടുഡേ, വാട്ട് മേ ബി ദ റീസൺ ഫോർ ദിസ്? അതിൻ്റെ ആൻസർ ടീച്ചർ ഇപ്പോൾ കാണിച്ചു തന്നല്ലോ. എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്? എന്താണ് അതിനുള്ള റീസൺ? ഇതെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. സ്മോൾ യൂണിറ്റ് ആയതുകൊണ്ടാണ് ഒറ്റ ക്ലാസ്സിന് തന്നെ എടുത്തത്. നിങ്ങൾക്ക് ഇഫ് യു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് യു വാച്ച് ഇറ്റ് ദിസ് വീഡിയോ അഗെയിൻ ആൻഡ് അഗെയിൻ. ഇതേ ഉള്ളൂ അതിനുള്ളത് കേട്ടോ. Okay, I hope you all understood about the topics we studied today. Okay, bye.